സൂറത്തു തൗബയിലെ 66 വാക്യങ്ങളാണ് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു നിർത്തിയത്. തബൂക്ക് യുദ്ധത്തിൻ്റെ പശ്ചാത്തലത്തിൽ മുഹമ്മദിൻ്റെ ഉമ്മത്ത് രണ്ടായി പിളരുകയും വലിയൊരു വിഭാഗം ആളുകൾ, പ്രത്യേകിച്ച് മദീനക്കാരൊന്നടങ്കം ആ യുദ്ധത്തിന് പോകാൻ കൂട്ടാക്കാതെ മാറി നിൽക്കുകയും പിന്നീട് യുദ്ധം നടക്കാതെ മുഹമ്മദും കൂട്ടരും മദീനയിൽ തിരിച്ചെത്തുകയും ചെയ്ത ഒരു സന്ദർഭത്തിൽ മുഹമ്മദ് ഈ യുദ്ധത്തിൽ പങ്കെടുക്കാതിരുന്ന മദീനക്കാരെ കടുത്ത ഭാഷയിൽ അധിക്ഷേപിക്കുകയും അവർക്കെതിരെ ഭീഷണി മുഴക്കുകയും അവർക്കെതിരെ യുദ്ധപ്രഖ്യാപനം നടത്തുകയും അവർക്കെതിരെ ഊരുവിലക്ക് പ്രഖ്യാപിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ട് അവതരിപ്പിച്ചതാണ് ഈ അധ്യായത്തിലെ മഹാഭൂരിപക്ഷം വെളിപാടുകളും. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞു നിർത്തിയ 66-ാം വാക്യത്തിൽ മുഹമ്മദ് മദീനയിൽ എത്തിയതിന് ശേഷം കുറേ പേര് മുഹമ്മദിൻ്റെ അടുത്ത് പശ്ചാത്തപിക്കാനും മാപ്പ് പറയാനും വന്നു. മദീനക്കാരുടെ കൂട്ടത്തിൽ നിന്ന് യുദ്ധത്തിൽ പോകാതിരുന്ന ആളുകൾ അവരുടെ മാപ്പപേക്ഷ സ്വീകരിക്കാതെ തള്ളിക്കളയുകയും അവരുമായിട്ടൊന്നും ഇനി യാതൊരു തരത്തിലുള്ള ബന്ധവുമില്ല എന്നും അവരുമായിട്ടുള്ള ബന്ധങ്ങളെല്ലാം മുറിച്ചെറിഞ്ഞിരിക്കുന്നു എന്നും അവരെ തന്നെ അവരുടെ കുടുംബ ബന്ധങ്ങളെപ്പോലും ഇല്ലാതാക്കിക്കൊണ്ട് യുദ്ധത്തിന് പോയവരും പോകാത്തവരും തമ്മിൽ കടുത്ത തോതിലുള്ള ഒരു ബഹിഷ്കരണ പ്രഖ്യാപനം കൂടിയാണ് മുഹമ്മദ് വെളിപാടുകളിലൂടെ നടത്തുന്നത്. അതിനിടയ്ക്ക് യുദ്ധത്തിന് മുഹമ്മദും കൂട്ടരും തനിയെ പോവുകയും വലിയൊരു വിഭാഗം ആളുകളും മാറി നിൽക്കുകയും ചെയ്തപ്പോൾ ആ പോയ കൂട്ടർ റോമക്കാരുമായി യുദ്ധം നടത്തുകയാണെങ്കിൽ യുദ്ധത്തിൽ പരാജയപ്പെടാൻ സാധ്യതയുണ്ട് എന്ന് കണക്കുകൂട്ടിയ മദീനക്കാർ അവരുടേതായ ഒരു ബദൽ സംവിധാനമൊക്കെ ആലോചിച്ചിരുന്നു. മദീനയിലെ മുഹമ്മദിൻ്റെ പള്ളിക്ക് പകരം അവർ 4 മൈൽ അപ്പുറത്ത് വേറൊരു പള്ളി ഉണ്ടാക്കുകയും ആ പള്ളി കേന്ദ്രീകരിച്ചുകൊണ്ട് അവരുടേതായ ഒരു സമുദായം വേറെ രൂപീകരിക്കുകയും അതിന് അവരുടെ നേതാക്കന്മാരെ ഭരണകർത്തൃത്വം ഏൽപ്പിച്ചുകൊണ്ട് മറ്റൊരു ബദൽ സംവിധാനം ഉണ്ടാക്കുകയും ഒക്കെ ചെയ്യുന്നതിനെക്കുറിച്ച് ഗൗരവമായി അവർ ആലോചിക്കുകയും പള്ളി നിർമ്മിക്കുകയും ഒക്കെ ചെയ്തിരുന്നു. ഇങ്ങനെ ഇസ്ലാമിൻ്റെ ചരിത്രകാരന്മാർ എഴുതി വെച്ച കാര്യങ്ങൾ മാത്രമല്ല, അതിനൊക്കെ അപ്പുറത്തേക്ക് വളരെ ഗുരുതരമായ പ്രശ്നങ്ങൾ ഈ ഒരു കാലഘട്ടത്തിൽ അവിടെ സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് വരികൾക്കിടയിൽ നമുക്ക് വായിക്കാൻ കഴിയുന്നത്. മാത്രമല്ല, ഈ തബൂക്ക് യുദ്ധത്തോടുകൂടി മുഹമ്മദിൻ്റെ യുദ്ധക്കൊതിയും ഏതാണ്ട് തീർപ്പായി കഴിഞ്ഞിരുന്നു. പിന്നീട് വലിയ യുദ്ധങ്ങളൊന്നും നടത്താൻ മുഹമ്മദിന് സാധിച്ചിട്ടില്ല. കാരണം മുഹമ്മദിൻ്റെ അനുയായികളിൽ തന്നെ വലിയ പിളർപ്പുണ്ടായത് കാരണം മറ്റൊരു യുദ്ധത്തിന് ആളെ കൂട്ടാൻ മുഹമ്മദിന് സാധിക്കുമായിരുന്നില്ല. അതേ സമയത്ത് പിന്നീട് മുഹമ്മദും എതിർവശത്തുള്ള അബ്ദുല്ലാഹ് ഇബ്നു ഉബയ്യും ഇവർ രണ്ടുപേരും പിന്നീട് അധികകാലം ജീവിച്ചിരുന്നിട്ടുമില്ല. ഉബൈ ആദ്യം മരിക്കുന്നു, പിന്നീട് മുഹമ്മദും മരിക്കുന്നു. ഇതാണ് ചരിത്രം. 66-ാം വാക്യത്തിൽ മുഹമ്മദിൻ്റെ അടുത്ത് വന്ന് ഒഴിവുകഴിവ് പറയുകയും മാപ്പപേക്ഷ നൽകുകയും പശ്ചാത്തപിക്കുകയും ചെയ്ത ആളുകളോട് മുഹമ്മദ് പറയുന്നതാണ്, നിങ്ങൾ ഒഴിവുകഴിവുകളൊന്നും പറയണ്ട, വിശ്വസിച്ചതിന് ശേഷം നിങ്ങൾ അവിശ്വസിച്ച് കഴിഞ്ഞിരിക്കുന്നു. നിങ്ങളിൽ ഒരു വിഭാഗത്തിന് നാം മാപ്പ് നൽകുകയാണെങ്കിൽ തന്നെ മറ്റൊരു വിഭാഗത്തിന് അവർ കുറ്റവാളികളായിരുന്നതിനാൽ നാം ശിക്ഷ നൽകുന്നതാണ്. ഇങ്ങനെ ഒരു വിഭാഗത്തെ മുഹമ്മദ് കൂടെ നിർത്തുകയും മറ്റൊരു വിഭാഗത്തിനെതിരെ മുഹമ്മദ് ബഹിഷ്കരണം പ്രഖ്യാപിക്കുകയുമാണ് ആ സമയത്ത് ചെയ്യുന്നത്. ഈ മദീനക്കാർ മുഴുവൻ ഒരു കാലത്ത് വിശ്വസിച്ചവരായിരുന്നു എന്നും ഇപ്പം മുർത്തദ്ദായി പോയതാണ് എന്നുമാണ് ഇവിടെ ആരോപിക്കുന്നത്. അപ്പം മദീനയിൽ ഈ യുദ്ധത്തിന് പോകാത്ത ആളുകൾ മുഴുവൻ മുനാഫിക്കുകളാണ്, കപടവിശ്വാസികളാണ് എന്ന് മുഹമ്മദ് ആക്ഷേപിക്കുന്നതിൻ്റെ വസ്തുത ഇതാണ്. ഇവരിൽ വലിയൊരു വിഭാഗം ആളുകൾ മുഹമ്മദിൽ വിശ്വസിച്ചിരുന്നവരും മുഹമ്മദിനെ അന്ധമായി അനുസരിച്ചിരുന്നവരുമാണ്. പക്ഷേ ഈ ഒരു കാലമായപ്പോഴേക്കും മുഹമ്മദിലുള്ള അവരുടെ ട്രസ്റ്റ് നഷ്ടപ്പെട്ടു. അവർക്ക് അള്ളാഹുവിലുള്ള വിശ്വാസമല്ല നഷ്ടപ്പെട്ടത്, മുഹമ്മദിലുള്ള വിശ്വാസമാണ് നഷ്ടപ്പെട്ടത്. മുഹമ്മദ് വെറും ഉഡായിപ്പാണ് എന്നും മുഹമ്മദ് നീതി പ്രവർത്തിക്കുന്നവനല്ല എന്നും അനുഭവത്തിലൂടെ ബോധ്യമായതുകൊണ്ടാണ് മദീനക്കാർ ഈ തീരുമാനമെടുക്കുന്നത്. ഈ ഒരു പശ്ചാത്തലത്തിൽ അവരെ മുനാഫിക്കുകൾ എന്നിടത്തു നിന്ന് മാറ്റിയിട്ട് മുർത്തദ്ദുകൾ എന്ന ആക്ഷേപം കൂടി ഈ 66-ാം വാക്യത്തിൽ മുഹമ്മദ് ഉന്നയിക്കുന്നതാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്തത്. ഇനി അടുത്ത വാക്യം 67-ാമത്തെ വാക്യം. കപടവിശ്വാസികളും കപടവിശ്വാസിനികളും എല്ലാം ഒരേ തരക്കാരാകുന്നു. അവർ ദുരാചാരം കൽപ്പിക്കുകയും സദാചാരത്തിൽ നിന്ന് വിലക്കുകയും തങ്ങളുടെ കൈകൾ അവർ പിൻവലിക്കുകയും ചെയ്യുന്നു. അവർ അള്ളാഹുവെ മറന്നു, അപ്പോൾ അള്ളാഹു അവരെയും മറന്നു. തീർച്ചയായും കപടവിശ്വാസികൾ തന്നെയാണ് ധിക്കാരികൾ. ഇവിടെ മുമ്പ് മക്കയിൽ മുശ്രിക്കുകൾക്കെതിരായി മുഹമ്മദ് ഉന്നയിച്ചിരുന്ന സകല ആക്ഷേപങ്ങളും എടുത്തിട്ട് മുഹമ്മദ് സ്വന്തം അനുയായികളായിരുന്ന ഈ മദീനക്കാർക്കെതിരെ ചൊരിയുകയാണ്. അവിടുത്തെ സ്ത്രീകളെ അടക്കം കുറ്റപ്പെടുത്തിക്കൊണ്ടാണ്
ഈ വാക്യം മുഹമ്മദ് അവതരിപ്പിക്കുന്നത്. കാരണം അവരെല്ലാവരും ഒരുമിച്ച് നിൽക്കുന്നു എന്നുള്ളതും അവരിൽ നിന്ന് മുഹമ്മദ് ഉദ്ദേശിച്ച തരത്തിൽ ആളുകളെ അടർത്തിയെടുക്കാൻ കഴിയുന്നില്ല എന്ന് മുഹമ്മദിന് ബോധ്യമായ ഒരു സാഹചര്യത്തിലാണ് അവിടുത്തെ സ്ത്രീകളെയും പുരുഷന്മാരെയൊക്കെ ഒരുമിച്ച് കുറ്റവാളികളാക്കിക്കൊണ്ട് ഈ കുറ്റം പറയുന്നത്. അവർ ചീത്ത കാര്യം കൽപ്പിക്കുകയും നല്ല കാര്യം വിലക്കുകയും നല്ല കാര്യത്തിൽ നിന്ന് പിൻവലിയുകയും ചെയ്തു എന്നാണ്. അപ്പോൾ എന്താണ് ഈ നല്ല കാര്യം? അനാവശ്യമായിട്ട് കൊള്ളയ്ക്കും അക്രമത്തിനും യുദ്ധത്തിനും പോകുന്നതാണ് നല്ല കാര്യം. ചീത്ത കാര്യമോ അതിന് പോകാതെ സമാധാനം ആഗ്രഹിച്ചുകൊണ്ട് വീട്ടിലിരിക്കുന്നത് ചീത്ത കാര്യവുമാണ്. അങ്ങനെ അവർ ചെയ്യാൻ കാരണം അവർ അള്ളാഹുവിനെ മറന്നതാണ്. കാരണം അള്ളാഹുവിനാണ് ഈ യുദ്ധവും കൊള്ളയും ഏറ്റവും ആവശ്യമുള്ളത്. കാരണം അള്ളാഹു മുഹമ്മദ് തന്നെയായിരുന്നു. അതുകൊണ്ട് അള്ളാഹു അവരെയും മറന്നു എന്നാണ്. ഇവിടെ മുഹമ്മദ് മറ്റുള്ളവരുടെ മേൽ പരദൂഷണം പറയുമ്പോൾ താൻ പറഞ്ഞുകൊണ്ടിരുന്ന തിയോളജിയൊക്കെ മറന്നു പോവുകയാണ്. മറ്റുള്ളവരുടെ മേൽ രോഷം കൊണ്ട് പരദൂഷണം വിളമ്പുമ്പോൾ മുഹമ്മദിൻ്റെ ദൈവത്തിനെ പോലും മറന്നു പോവുകയാണ്. ഇവിടെ യഥാർത്ഥത്തിൽ മുഹമ്മദാണ് ദൈവത്തിനെ മറക്കുന്നത്. കാരണം അള്ളാഹു ദൈവമാണ്, സർവജ്ഞാനിയാണ്, അതാണ് ഇതാണ് എന്നൊക്കെ പറഞ്ഞ് പഠിപ്പിച്ച മുഹമ്മദ് ഇവിടെ അള്ളാഹു മറന്നു എന്ന വാക്കാണ് ഉപയോഗിക്കുന്നത്. അള്ളാഹുവിനെക്കുറിച്ച് മറന്നു എന്ന് പറയുന്നത് അള്ളാഹുവിനെ നിന്ദിക്കലല്ലേ, ദൈവത്തെ നിന്ദിക്കലല്ലേ. ദൈവത്തിന് മറക്കാൻ പറ്റുമോ? ദൈവം എങ്ങനെ മറക്കുന്നത്? അപ്പോൾ അതൊക്കെ ആലങ്കാരിക ഭാഷയാണ് എന്ന് പറഞ്ഞിട്ടാണ് വ്യാഖ്യാതാക്കൾ കിടന്ന് ഉരുളുന്നത്. സത്യം മുഹമ്മദിന് സമനില തെറ്റിക്കഴിഞ്ഞിരുന്നു ഈ സന്ദർഭത്തിൽ എന്നാണ്. സമനില തെറ്റിയാൽ മുഹമ്മദ് ഇതുപോലെ പരസ്പര വിരുദ്ധമായ മണ്ടത്തരങ്ങൾ, മുമ്പ് പറഞ്ഞതിന് വിരുദ്ധമായ മണ്ടത്തരങ്ങൾ പറയുക പതിവായിരുന്നു. അത് നമ്മൾ ഖുർആനിൽ പലയിടത്തും കണ്ടതാണ്. ഇവിടെയും പരിസരം മറന്ന് സമനില തെറ്റി ചീത്ത പറയുമ്പോൾ അള്ളാഹുവിനെ പോലും കൊച്ചാക്കുകയാണ് മുഹമ്മദ്. കപടവിശ്വാസികൾ തന്നെയാണ് ധിക്കാരികൾ എന്നാണ്. ഇത്രയും കാലം മുശ്രിക്കുകളായിരുന്നു ധിക്കാരികൾ, അതുകൂടാതെ വേദക്കാരായിരുന്നു ധിക്കാരികൾ. ഇപ്പോൾ മുശ്രിക്കുകളെയും വേദക്കാരെയൊക്കെ വിട്ടിട്ട് മുഹമ്മദിൻ്റെ സ്വന്തം അനുയായികളായിരുന്ന ആളുകളെ, സ്വന്തം ഉമ്മത്തിൽപ്പെട്ട ആളുകളെയാണ് ഇവിടെ ധിക്കാരികളെന്നും കപടവിശ്വാസികളെന്നും വിശ്വാസത്തിൽ നിന്ന് പിന്തിരിഞ്ഞ മുർത്തദ്ദുകൾ എന്നുമൊക്കെ ആക്ഷേപിക്കുന്നത്. അടുത്ത വാക്യം 68. കപടവിശ്വാസികൾക്കും കപടവിശ്വാസിനികൾക്കും കാഫറുകൾക്കും അള്ളാഹു നരകാഗ്നി വാഗ്ദാനം ചെയ്തിരിക്കുന്നു. അവരതിൽ നിത്യവാസികളായിരിക്കും. അവർക്ക് അത് മതി. അള്ളാഹു അവരെ ശപിക്കുകയും ചെയ്തിരിക്കുന്നു. അവർക്ക് സ്ഥിരമായ ശിക്ഷയാണ് ഉണ്ടായിരിക്കുക. ഇവിടെ അള്ളാഹു ശപിക്കുകയാണ് ആരെ? മുഹമ്മദിൻ്റെ കൂടെ ഈ 8-10 കൊല്ലം കൂടെ നടന്ന് യുദ്ധം ചെയ്യുകയും മുഹമ്മദിന് എല്ലാവിധ സംരക്ഷണവും അഭയവും നൽകുകയും ചെയ്ത ആ മദീനക്കാരെ മുഴുവൻ അള്ളാഹു ഇവിടെ വെച്ചിട്ട് ശപിക്കുകയാണ്. അവരെ നിത്യനരകത്തിലേക്ക് അള്ളാഹു ഇവിടെ തള്ളിയിടുകയാണ്. നിങ്ങൾ ചരിത്രബോധത്തോടെ യുക്തിബോധത്തോടെ ഒന്ന് ആലോചിച്ച് നോക്കുക. ഈ മുഹമ്മദ് ആരായിരുന്നു എന്നും ഈ മുഹമ്മദിൻ്റെ അള്ളാഹു ആരായിരുന്നു എന്നും ഒക്കെ ഇതിൽ നിന്ന് നമുക്ക് വളരെ കൃത്യമായിട്ട് വായിച്ചെടുക്കാൻ കഴിയും. മുഹമ്മദിൻ്റെ രാഷ്ട്രീയ ലക്ഷ്യങ്ങൾക്കനുസരിച്ച് മുഹമ്മദ് ചതി പ്രയോഗിക്കുകയും കരാറുകൾ ലംഘിക്കുകയും മുഹമ്മദിൻ്റെ സ്വന്തക്കാരെ തന്നെ കബളിപ്പിക്കുകയും ഒക്കെ ചെയ്തപ്പോൾ മുഹമ്മദിലുള്ള വിശ്വാസം അവർക്ക് നഷ്ടപ്പെട്ടു. അങ്ങനെ മുഹമ്മദിൽ വിശ്വാസം നഷ്ടപ്പെട്ടതോടുകൂടി അവർ മുഹമ്മദിനെതിരായി തിരിഞ്ഞു. മുഹമ്മദിൻ്റെ ആജ്ഞകൾ ലംഘിക്കാൻ തുടങ്ങി. മുഹമ്മദിൻ്റെ തീരുമാനങ്ങളെ ചോദ്യം ചെയ്യാൻ തുടങ്ങി. അവരവരുടേതായ ഒരു ബദൽ സംവിധാനത്തെക്കുറിച്ച് ആലോചിച്ചു തുടങ്ങി. അത്രമാത്രം പ്രതിസന്ധിയുടെ ഒരു ഘട്ടം ആ സമയത്ത് മദീനയിലും പരിസരത്തും മുഹമ്മദിൻ്റെ അനുയായികൾക്കിടയിലും ഉണ്ടായി എന്നാണ് ഇതിൻ്റെ വരികൾക്കിടയിൽ നിന്ന് നമുക്ക് വായിക്കാൻ കഴിയുന്നത്. ആ സമയത്ത് സമനില തെറ്റി അവരെ അധിക്ഷേപിക്കുകയും ഭീഷണിപ്പെടുത്തുകയും 13 കൊല്ലം മക്കക്കാർക്കെതിരെ മുഹമ്മദ് ഉന്നയിച്ചിരുന്ന സകലമാന ആക്ഷേപങ്ങളും മദീനക്കാർക്കെതിരെ ആക്ഷേപിക്കുകയുമാണ് ഇപ്പോൾ ചെയ്യുന്നത്. 69. നിങ്ങളുടെ മുമ്പുണ്ടായിരുന്നവരെ പോലെ തന്നെ നിങ്ങളെക്കാൾ കനത്ത ശക്തിയുള്ളവരും കൂടുതൽ സ്വത്തുക്കളും സന്തതികളും ഉള്ളവരുമായിരുന്നു അവർ. അങ്ങനെ തങ്ങളുടെ ഓഹരി കൊണ്ട് അവർ സുഖം അനുഭവിച്ചു. എന്നാൽ നിങ്ങളുടെ ആ മുൻഗാമികൾ അവരുടെ ഓഹരി കൊണ്ട് സുഖം അനുഭവിച്ചതുപോലെ ഇപ്പോൾ നിങ്ങളുടെ ഓഹരി കൊണ്ട് നിങ്ങളും സുഖം അനുഭവിക്കുന്നു. അവർ മുഴുകിയതുപോലെ നിങ്ങളും മുഴുകി. അത്തരക്കാരുടെ കർമ്മങ്ങൾ ഇഹത്തിലും പരത്തിലും നിഷ്ഫലമായിരിക്കുന്നു. അവർ തന്നെയാണ് നഷ്ടം പറ്റിയവർ. ഞാൻ റാസിയുടെ പരിഭാഷ കൂടെ വായിക്കാം. നിങ്ങളുടെ മുൻഗാമികളുടെയും ഗതി അതായിരുന്നു. അവർ നിങ്ങളെക്കാൾ ശക്തരായിരുന്നു. സമ്പത്തും സന്താനങ്ങളും ഏറിയവരായിരുന്നു. അവരുടെ വിഹിതം അവർ ആസ്വദിച്ചു. മുമ്പുള്ളവർ അവരുടെ വിഹിതം ആസ്വദിച്ച പോലെ നിങ്ങൾ നിങ്ങളുടെ വിഹിതവും ആസ്വദിച്ചു. അവരെപ്പോലെ നിങ്ങളും വിനോദങ്ങളിൽ ഏർപ്പെട്ടു.
അവരാണ് ഇഹത്തിലും പരത്തിലും കർമ്മങ്ങൾ പാഴായിപ്പോയവർ, അവർ തന്നെയാണ് നഷ്ടപ്പെട്ടവർ. റാസിയുടെ വ്യാഖ്യാനം കൂടെ വായിക്കാം. ആരാധനയിലൂടെ അള്ളാഹുവിനെ ഓർക്കാൻ തയ്യാറാകാതിരുന്ന നിഷേധികളുടെ കൂട്ടത്തിൽ ഉൾപ്പെട്ടവർക്ക് ശാശ്വത നരകമുണ്ടെന്ന കഠിനമായ ഭീഷണി ഈ വാക്യത്തിലൂടെ ഖുർആൻ നൽകുന്നു. അള്ളാഹു മുനാഫിക്കുകളെ ബഹുദൈവ വിശ്വാസികളോട് ഉപമിച്ച ശേഷം ആ നിഷേധികൾ ഇവരെക്കാൾ സമ്പത്തും സന്താനങ്ങളും ഉള്ളവരായിരുന്നുവെന്നും അതുകൊണ്ട് ഈ ചീത്ത പ്രവർത്തനങ്ങളിൽ വ്യാപൃതരായ കപടന്മാർ ഇഹപര നന്മകൾ തടയപ്പെട്ടവരാകാനും ഇഹപര ശിക്ഷകൾ ഏറ്റുവാങ്ങാനും അവരെക്കാൾ ഏറ്റവും അർഹരാണെന്നും വ്യക്തമാക്കുകയാണ് ഇവിടെ. ഇപ്പോൾ 13 കൊല്ലക്കാലം മുഹമ്മദ് പയ്യരം പറഞ്ഞു നടന്നിരുന്ന മക്കക്കാരെ മുഹമ്മദിന് കീഴടക്കാനും അവരെ തൻ്റെ വരുതിയിലാക്കാനും കഴിഞ്ഞ ഒരു സന്ദർഭത്തിൽ ആ അനുഭവം ഇവരെ ഓർമ്മിപ്പിക്കുകയാണ് മദീനക്കാരെ. നിങ്ങളെക്കാളും വലിയ കേമന്മാരായിരുന്നു അവർ, എന്നിട്ട് അവരുടെ ഗതി ഇപ്പോൾ കണ്ടില്ലേ നിങ്ങൾ, അതേ ഗതി തന്നെയാണ് നിങ്ങൾക്കും വരാൻ പോകുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് മക്കയിൽ മുഹമ്മദിന് കീഴടങ്ങേണ്ടി വന്ന മക്ക മുശ്രിക്കുകളുടെ അനുഭവം നിങ്ങൾക്കും ഉണ്ടാകാൻ പോകുന്നു എന്ന് ഭീഷണി മുഴക്കുകയാണ്. മക്കക്കാരെ കീഴടക്കിയതുപോലെ നിങ്ങളെയും യുദ്ധം ചെയ്ത് നശിപ്പിക്കുകയോ കീഴടക്കുകയോ ചെയ്യുമെന്ന ഭീഷണിയാണ് ഇവിടെ മുഴക്കുന്നത്. 70-ാമത്തെ വാക്യം. തങ്ങൾക്ക് മുമ്പുള്ളവരെ സംബന്ധിച്ച വൃത്താന്തം ഇവർക്ക് വന്നിട്ടില്ലയോ? നൂഹിൻ്റെ ജനത, ആദ്, സമൂദ്, ഇബ്രാഹിമിൻ്റെ ജനത, മദിയൻകാർ, കീഴ്മേലായി മറിക്കപ്പെട്ട നാട്ടുകാർ എന്നിവരുടെ ചരിത്രം. അവരുടെ ദൂതന്മാർ സ്പഷ്ടമായ ദൃഷ്ടാന്തങ്ങളുമായി അവരുടെ അടുക്കൽ വന്നു. അള്ളാഹു അവരെ ദ്രോഹിച്ചില്ല, അവർ തന്നെയാണ് അവരെ ദ്രോഹിച്ചത്. ഇത് മക്കയിൽ നിരന്തരം പാടിക്കൊണ്ടിരുന്ന പഴംപുരാണമാണ്. ആ പഴംപുരാണം എടുത്തിട്ട് മദീനയിലും പാടാൻ തുടങ്ങി. അള്ളാഹു നിങ്ങളെ കീഴ്മേൽ മറിക്കും, അങ്ങനെയാക്കും ഇങ്ങനെയാക്കും എന്ന് പറഞ്ഞിട്ടുള്ള ഭീഷണി. എന്നാൽ മക്കക്കാരെ അള്ളാഹു അല്ല കീഴ്മേൽ മറിച്ചതും കീഴടക്കിയതും മുഹമ്മദ് ചതിയിലൂടെയും കുതന്ത്രത്തിലൂടെയും ഈ മദീനക്കാരെ കൂടി ഉപയോഗിച്ചുകൊണ്ടാണ് മക്കക്കാരെ കീഴടക്കിയത്. അവിടെ ഈ അള്ളാഹു മലമറിച്ചതും അള്ളാഹു ഭൂകമ്പം ഉണ്ടാക്കിയതും കഥ പറയേണ്ട യാതൊരു ആവശ്യവുമില്ല, അതിന് യാതൊരു പ്രസക്തിയുമില്ല. പക്ഷേ വിഷയദാരിദ്ര്യം കൊണ്ട് മുഹമ്മദ് മക്കയിൽ പറഞ്ഞുകൊണ്ടിരുന്ന ആ ഭീഷണിയും വിഡ്ഢിത്തങ്ങളും ഇവിടെയും വിളമ്പുകയാണ്. അള്ളാഹു അവരെ ദ്രോഹിച്ചില്ല, അവർ തന്നെയാണ് അവരെ ദ്രോഹിച്ചത് എന്നാണ്. ഇത് ഈ ഖുർആനിൽ നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യത്തിന് നേരെ വിരുദ്ധമാണ്. അള്ളാഹു തന്നെയാണ് എല്ലാവരെയും ദ്രോഹിക്കുന്നത്, അള്ളാഹു തന്നെയാണ് എല്ലാവരെയും വഴിപഴപ്പിക്കുന്നത്. അള്ളാഹു ഒരു ജനതയെ ശിക്ഷിക്കണം എന്ന് തീരുമാനിച്ചാൽ ആ ജനതയുടെ നേതാക്കന്മാരെ പിടിച്ചിട്ട് അള്ളാഹു അങ്ങോട്ട് ചീത്തയാക്കും, എന്നിട്ട് അവർ തെറ്റുകൾ ചെയ്യും, അപ്പോൾ അള്ളാഹു ആ നാടങ്ങോട്ട് നശിപ്പിക്കും എന്നൊക്കെയാണ് ഈ ഖുർആനിൽ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ മനുഷ്യന്മാർ ചീത്തയാകുന്നതും മനുഷ്യന്മാർ ദ്രോഹം ചെയ്യുന്നതും പഴിച്ചു പോകുന്നതും അവിശ്വാസികളാവുന്നതും മുനാഫിക്കുകളാവുന്നതും ഒക്കെ അള്ളാഹു തീരുമാനിച്ചതാണ് എന്ന് നിരന്തരം ആവർത്തിക്കുന്ന ഖുർആനിൽ അതിന് നേരെ വിരുദ്ധമായി അള്ളാഹു ആരെയും ഒന്നും ചെയ്തിട്ടില്ല, ഓല് തന്നെയാണ് അവരങ്ങനെയാക്കിയത് എന്ന് വിളിച്ചു പറയുകയാണ്. ഇത്തരം വൈരുദ്ധ്യങ്ങളൊക്കെ മുഹമ്മദിൻ്റെ വായിലൂടെ വെളിപാടായി പുറത്തു വരുന്നത് മുഹമ്മദിൻ്റെ മാനസിക സമനില തെറ്റുമ്പോഴാണ്. മുഹമ്മദിന് ആരോടൊക്കെയോ ക്രോധവും വിദ്വേഷവും വർദ്ധിക്കുന്ന സമയത്താണ് യാതൊരു ലോജിക്കുമില്ലാത്ത വൈരുദ്ധ്യങ്ങൾ വിളിച്ചു പറയുന്നത്. 71. വിശ്വാസികളും വിശ്വാസിനികളും പരസ്പരം മിത്രങ്ങളാകുന്നു. അവർ നന്മ കൽപ്പിക്കുകയും തിന്മ തടയുകയും നമസ്കാരം നിലനിർത്തുകയും സക്കാത്ത് നൽകുകയും ചെയ്യുന്നു. അള്ളാഹുവിനെയും അവൻ്റെ ദൂതനെയും അനുസരിക്കുന്നു. അക്കൂട്ടർക്ക് അള്ളാഹു കരുണ ചെയ്യും. അള്ളാഹു അജയ്യനും വിവേകശാലിയുമാണ്. അള്ളാഹുവിൻ്റെ ദൂതനെ അനുസരിക്കണം, അതാണ് പ്രശ്നം. അള്ളാഹുവിൻ്റെ ദൂതനെ അനുസരിച്ചില്ല, ധിക്കരിച്ചു. അതാണ് ഇപ്പോൾ മുഹമ്മദിന് ഇത്രയും വലിയ കലിപ്പും തുള്ളലും ഉണ്ടാവാൻ കാരണം. വിശ്വാസികളുടെ 5 ഗുണങ്ങൾ ഇവിടെ എടുത്തു പറയുന്നു. മുനാഫിക്കുകൾ തിന്മ കൽപ്പിക്കുകയും നന്മ വിരോധിക്കുകയും ചെയ്യുന്നു. മുനാഫിക്ക് അലസതയോടെ മാത്രമേ നിസ്കരിക്കൂ. മുഅ്മിന് അതിൻ്റെ വിപരീതമായിരിക്കും. മുനാഫിക്ക് സക്കാത്ത് തുടങ്ങിയ നിർബന്ധ വിഷയങ്ങളിൽ പിശുക്കുള്ളവരാണെങ്കിൽ മുഅ്മിൻ അതിന് വിപരീതമായിരിക്കും. അവൻ സക്കാത്ത് കൊടുക്കും. അള്ളാഹു റസൂല് ജിഹാദിന് കൽപ്പിച്ചാൽ മുഅ്മിൻ യുദ്ധത്തിൽ പങ്കെടുക്കും. എന്നാൽ മുനാഫിക്ക് പിന്തിരിയും. അതാണ് പ്രശ്നം. ഈ യുദ്ധത്തിന് ഫണ്ട് ചോദിച്ചു, അതും കൊടുത്തില്ല. ഈ യുദ്ധത്തിന് പോകാൻ പറഞ്ഞു, അതിനും അവർ തയ്യാറായില്ല. അതോടുകൂടി അള്ളാൻ്റെ റസൂലും മദീനക്കാരോട് സമ്പൂർണ്ണമായിട്ടും പിണങ്ങുക മാത്രമല്ല വിദ്വേഷം കൊണ്ട് അവർക്കെതിരെ ഭീഷണി മുഴക്കാനും തുടങ്ങി. വളരെ ഭീകരമായ തോതിൽ അവരെ ബഹിഷ്കരിക്കാൻ, അവരുടെ കുടുംബങ്ങളെ വേർതിരിക്കാൻ, അവരെ സാമൂഹ്യമായി ബഹിഷ്കരിക്കാനൊക്കെയുള്ള പ്രഖ്യാപനം ഇതോടുകൂടി വരുന്നുണ്ട്. അത് മദീനയിൽ നടപ്പിലാക്കിയപ്പോഴാണ് കുറേ പേര് വീണ്ടും മുഹമ്മദിൻ്റെ അടുത്ത് വന്നിട്ട് മാപ്പപേക്ഷിക്കുകയും മുഹമ്മദ് കൂടെ കൂട്ടുകയും കുറേ പേർക്ക് മാപ്പ് നൽകാതെ തന്നെ മുഹമ്മദ് വീണ്ടും അവരെ ഊരുവിലക്കുകയും ഒക്കെ ചെയ്തതായിട്ട് ചരിത്രത്തിൽ കാണാം. 72. വിശ്വാസികൾക്കും വിശ്വാസിനികൾക്കും താഴ്വാരത്തിലൂടെ ആറുകൾ ഒഴുകുന്ന സ്വർഗ്ഗത്തോപ്പുകൾ അള്ളാഹു വാഗ്ദാനം ചെയ്തിരിക്കുന്നു. അവരതിൽ നിത്യമായി വസിക്കും.
നിത്യവാസത്തിൽ ആ സ്വർഗത്തിൽ ഉത്കൃഷ്ടമായ ഭവനങ്ങളുണ്ട്. എന്നാൽ അള്ളാഹുവിൻ്റെ പ്രീതിയല്ലോ മഹത്തരം, അതാണ് മഹത്തായ വിജയം. അപ്പോൾ വിശ്വസിക്കാത്തവരെ ആദ്യം നരകത്തേക്ക് തള്ളി, മദീനക്കാരെ മൊത്തം നരകത്തേക്ക് തള്ളി, മക്കക്കാരെയും മൊത്തം നരകത്തേക്ക് തള്ളിയതായിരുന്നു. ആ തള്ളിയവരൊക്കെ മുഹമ്മദിന് കീഴടങ്ങിയപ്പോൾ ഇപ്പോൾ വീണ്ടും നരകത്തിൽ നിന്ന് മുഹമ്മദ് സ്വർഗത്തേക്ക് വലിച്ചു കയറ്റിയിട്ടുണ്ട്, അബൂ സുഫിയാൻ അടക്കമുള്ളവരെ. ഇനി മുഹമ്മദ് മദീനക്കാരെ മുഴുവൻ പിടിച്ച് നരകത്തേക്ക് തള്ളുകയാണ്. കാരണം മദീനക്കാർ തിരിഞ്ഞുത്തിപ്പോയി. മുഹമ്മദിൻ്റെ തനിക്കുണം അവർക്ക് ബോധ്യപ്പെട്ടു. 10 കൊല്ലത്തെ അല്ലെങ്കിൽ 5-8 കൊല്ലത്തെ അവരുടെ അനുഭവത്തിലൂടെ മുഹമ്മദിൻ്റെ എല്ലാ ഉടായ്പും അവർക്ക് ബോധ്യപ്പെട്ടു. അവർ മുഹമ്മദിലുള്ള വിശ്വാസം നഷ്ടപ്പെട്ടു. അതോടുകൂടി അവരൊക്കെ നരകത്തിലേക്ക് തള്ളാനുള്ള വിറകായിട്ട് മാറി. നേരത്തെ മുഹമ്മദ് നരകത്തേക്ക് തള്ളിയിരുന്ന ആൾക്കാരും അള്ളാഹു തന്നെ സമ്പൂർണ്ണമായിട്ട് ഇവർ ഒരിക്കലും നന്നാകാൻ പോകുന്നില്ല എന്ന് പ്രവചിച്ച ആൾക്കാരും ഒക്കെ ഇപ്പോൾ സ്വർഗത്തിലും എത്തി. അബൂ സുഫിയാൻ ഉൾപ്പെടെയുള്ള മക്കാ മുശ്രിക്കുകളൊക്കെ ഇപ്പോൾ സ്വർഗത്തിലെത്തി. മദീനയിലെ മുഹമ്മദിന് എല്ലാ തരത്തിലുള്ള അഭയവും സഹായവും കൊടുത്ത മദീനക്കാരെല്ലാം നരകത്തിലും എത്തി. ഈ സ്വർഗത്തിലെ അദ്നിനെ കുറിച്ച് പറയുന്നു. ഫി ജന്നാത്തി അദ്നിൻ വരിദ്വാനും മിനല്ലാഹി എന്ന് പറയുന്നുണ്ട്. ഈ ജന്നാത്തി അദ്ൻ എന്താണ് എന്ന് റാസി വിശദീകരിക്കുന്നുണ്ട്. അദ്ൻ എന്നതിനെക്കുറിച്ച് ഹദീസുകൾ ധാരാളമായി വന്നിട്ടുണ്ട്. ഹസൻ പറയുന്നു, ഞാൻ ഇമ്രാൻ ബിൻ ഹുസൈനോടും അബൂ ഹുറൈറയോടും ഇതിനെക്കുറിച്ച് ചോദിച്ചു. അവർ പറഞ്ഞു, ഞങ്ങൾ റസൂലിനോട് അതേക്കുറിച്ച് ചോദിച്ചപ്പോൾ നബി പറഞ്ഞു, അത് സ്വർഗത്തിലുള്ള മുത്തുകൾ പണി കഴിപ്പിക്കപ്പെട്ട ഒരു മാളികയാണ്. ചുവന്ന മാണിക്യത്താലുള്ള 70 വീടുകളും പച്ച മരതകത്താലുള്ള 70 മുറികളും അതിലുണ്ട്. ഓരോ മുറിയിലും 70 കട്ടിലുകളും ഓരോ കട്ടിലിലും 70 വിരിപ്പുകളും ഓരോ വിരിപ്പിലും ഓരോ അപ്സരസും ഓരോ മുറിയിലും 70 ഭക്ഷണമേശകളും ഓരോന്നിലും 70 ഭക്ഷണ ഇനങ്ങളുമുണ്ട്. ഒരു പ്രഭാതത്തിൽ തന്നെ ഇത് മുഴുവൻ ആസ്വദിക്കുന്നതിനുള്ള ശക്തി ഓരോ വിശ്വാസിക്കും അള്ളാഹു നൽകുന്നതാണ്. 70 മുറിയുള്ള മരതകത്തിൻ്റെ ഒരു കൊട്ടാരം, അതിൽ ഓരോ മുറിയിലും 70 കട്ടിൽ നിരത്തിയിട്ടുണ്ട്. 70 കട്ടിലുമേലും 70 വിരിപ്പും നിരത്തിയിട്ടുണ്ട്. ആ ഓരോ വിരിപ്പിലും ഓരോ അപ്സരസും ഉണ്ട്. അപ്പോൾ ഒറ്റ മുറിയിൽ തന്നെയാണ് 70 എണ്ണത്തിനെ കൂട്ടത്തോടെ കിടത്തിയിട്ടാണ് അവിടെ പരിപാടി എന്നർത്ഥം. എന്തൊക്കെ ആഭാസങ്ങളാണ് ഈ ചങ്ങാതി പറഞ്ഞു കൂട്ടിയിട്ടുള്ളത്, എഴുതി വെച്ചിട്ടുള്ളത് എന്ന് ആലോചിച്ച് നോക്ക്. അതാണുമ്പോൾ അതിന് സ്വർഗത്തിലെ ഈ 70 മുറിയുള്ള കൊട്ടാരം, ഓരോ മുറിയിൽ 70 കട്ടിൽ, ആ 70 കട്ടിലുമേൽ 70 വിരിപ്പ്, ഓരോ വിരിപ്പിലും ഓരോരോ ഹൂറി. ഇതാണ് ഏറ്റവും വലിയ വിഭവം. ഓരോ മുറിയിലും 70 ഭക്ഷണമേശകളും ഓരോന്നിലും 70 ഭക്ഷണ ഇനങ്ങളുമുണ്ട്. ഒരു പ്രഭാതത്തിൽ തന്നെ ഇത് മുഴുവൻ ആസ്വദിക്കുന്നതിനുള്ള ശക്തി ഓരോ വിശ്വാസിക്കും അല്ലാഹു നൽകുന്നതാണ്. ഇപ്പോൾ ഈ 70 ഭക്ഷണ വിഭവങ്ങളൊക്കെ പാടം മുണുങ്ങുകയാണെങ്കിൽ ആനേൻ്റെ പള്ള വേണ്ടി വരും. അതും ഉണ്ടാവും. ഈ പള്ളിയും വലിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഈ സ്വർഗത്തിൽ നടക്കേണ്ടി വരിക. എല്ലാം 70ൻ്റെ കണക്കാണ്. നബി പറഞ്ഞു, സ്വർണത്തിൻ്റെയും വെള്ളിയുടെയും ഇഷ്ടിക കൊണ്ട് നിർമ്മിക്കപ്പെട്ടതാണവ. കസ്തൂരിയും കുങ്കുമവുമാണ് അതിൻ്റെ മണ്ണ്. മുത്തും പവിഴവുമാണ് അതിലെ ചരൽക്കല്ലുകൾ. ദുഃഖം ലവലേശമില്ലാത്ത സുഖം, മരണമില്ലാത്ത അമരത്വം, വസ്ത്രങ്ങൾ പഴകുകയില്ല, യൗവനം നശിക്കുകയില്ല. ഇബ്നു മസൂദ് പറയുന്നു, അതിൻ മധ്യഭാഗത്തുള്ള സ്വർഗമാണ്. ഈ വചനത്തിൽ പറയപ്പെട്ട മറ്റൊരു അനുഗ്രഹമാണ് വരിദ്വാനും മിനല്ലാഹി അക്ബർ, അള്ളാഹുവിൻ്റെ പ്രീതി, അതാണ് ഏറ്റവും വലുത്. അപ്പോൾ അള്ളാഹുവിൻ്റെ പ്രീതി കേട്ട് കിട്ടണമെങ്കിൽ ഈ പറഞ്ഞ കട്ടിലും ഹൂറിയും ഈ സ്വർണത്തിൻ്റെ കൊട്ടാരവും ഇതൊക്കെ കിട്ടണമെങ്കിൽ എന്ത് വേണം? നിങ്ങൾ യുദ്ധത്തിന് പോകണം. അതാണ് നന്മ, നല്ല കാര്യം. അതിന് പോകാതിരിക്കലാണ് തിന്മ. ആ തിന്മയ്ക്ക് പ്രേരിപ്പിച്ചാൽ നിങ്ങൾക്ക് നിത്യനരകത്തിൽ കിടന്ന് പൊരിയാം. ആരോടാ പറയുന്നത്? ഈ 10 കൊല്ലം മദീനയിൽ മുഹമ്മദിനെ തീറ്റിപ്പോറ്റി സംരക്ഷിച്ച എല്ലാ തരത്തിലും സഹായം നൽകിയ അൻസാറുകൾക്കെതിരെയാണ് ഈ വൃത്തികേട് മുഴുവൻ വിളിച്ചു പറയുന്നത്. 73. ഇനി യുദ്ധപ്രഖ്യാപനം നടത്തുകയാണ്. നബിയെ നിഷേധികളോടും കപടവിശ്വാസികളോടും യുദ്ധം ചെയ്യുക, അവരോട് പരുഷമായി പെരുമാറുക. അവർക്കുള്ള വാസഗേഹം നരകമത്രേ, അതത്രേ മോശമായ സങ്കേതം. അപ്പോൾ ഇനി മദീനയിലുള്ള മുഹമ്മദിൻ്റെ കൂടെ ഇതുവരെ ഉണ്ടായിരുന്ന അൻസാറുകൾക്ക്, മദീനക്കാർക്ക് ഇനി എന്താണ് അഭിമുഖീകരിക്കേണ്ടത്? ബഹിഷ്കരണവും യുദ്ധവും പരുഷമായ പെരുമാറ്റവും. എന്ന് വെച്ചാൽ ഇനി അവരെ ശത്രുക്കളായി കണ്ടുകൊണ്ട് അവരെ അങ്ങ് നശിപ്പിക്കുക എന്നുള്ളതാണ് ലക്ഷ്യം. അതിനുവേണ്ടിയുള്ള ആഹ്വാനമാണ്, അവർക്കെതിരെ വാളെടുക്കാനുള്ള ആഹ്വാനമാണ് നടത്തുന്നത്. അവരെ ബഹിഷ്കരിക്കാനുള്ള ആഹ്വാനമാണ് നടത്തുന്നത്. അവരെ സമ്പൂർണ്ണമായി നശിപ്പിക്കാനുള്ള ആഹ്വാനമാണ് ഇനി നടത്തുന്നത്. കാരണം മുഹമ്മദിന് ഇപ്പോൾ അതിനൊക്കെയുള്ള ശക്തി ഉണ്ട്. ഇനിയിപ്പോൾ അൻസാറുകളും മദീനക്കാരും ഇല്ലെങ്കിലും മുഹമ്മദിന് സ്വന്തമായ ഒരു രാഷ്ട്രവും അധികാരവും ഒക്കെ കയ്യിലായിക്കഴിഞ്ഞു.
ഇനിയിപ്പോൾ അവരെയും കൂടെ കൂട്ടിയിട്ട് ഈ മദീനക്കാരെയും കൂടെ അങ്ങ് ഇല്ലാതാക്കിയാൽ മുഹമ്മദിന് തൻ്റെ ഫാസിസ്റ്റ് ഭരണം തുടരാൻ വളരെ എളുപ്പമാണ്. ചോദ്യം ചെയ്യാൻ പിന്നെ അവിടെ ആരും ഉണ്ടാവില്ല. ആർക്കെതിരെയാണെന്ന് നിങ്ങൾ ആലോചിക്കണം. 13 കൊല്ലം മക്കയിൽ ഈ ഉടായിപ്പുമായി നടന്നിട്ട് അവിടുന്ന് ഒരു മനുഷ്യനെയും കിട്ടാഞ്ഞിട്ട് ഇവിടെ വന്ന് അഭയം തേടിയ മുഹമ്മദിന് അഭയം നൽകിയ ആൾക്കാർ എങ്ങനെ അഭയം നൽകി? ദത്തു സഹോദരന്മാരായിട്ട് അഭയം നൽകി. മാത്രമല്ല 2 ഭാര്യമാരുള്ളവർ ഓരോ ഭാര്യമാരെ വരെ ഇവർക്ക് കൊടുക്കാൻ തയ്യാറായി. അത്തരത്തിലുള്ള ബന്ധം സ്ഥാപിച്ചുകൊണ്ട് അഭയം നൽകുകയും ഈ കഴിഞ്ഞ 10 കൊല്ലം മുഹമ്മദിന് യുദ്ധം ചെയ്യാനും അക്രമം നടത്താനും എല്ലാവിധ സഹായം ചെയ്യുകയും മുഹമ്മദിൻ്റെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി തന്നെ നിരവധി ആളുകളെ രക്തസാക്ഷികളാക്കുകയും ചെയ്ത ആ മദീനക്കാർക്കെതിരായിട്ടാണ് ഈ തമ്മാടിത്തങ്ങൾ മുഴുവൻ വിളിച്ചു പറയുന്നത്. ആലോചിച്ച് നോക്കുക, എത്ര വൃത്തികെട്ട മനസ്സിൻ്റെ ഉടമയായിരുന്നു മുഹമ്മദ് എന്നതിന് ഇതിൽ പരം എന്ത് തെളിവാണ് വേണ്ടത്? എന്തിനു വേണ്ടി മുഹമ്മദ് അനാവശ്യമായ ഒരു യുദ്ധം, അങ്ങ് റോമാ സാമ്രാജ്യത്തിനെതിരെ ഒരു യുദ്ധത്തിന് പുറപ്പെട്ടപ്പോൾ അത് വേണ്ട, അത് നമുക്ക് അപകടമാണ് എന്ന് പറഞ്ഞതിൻ്റെ പേരിൽ, അതിന് പോകണ്ട എന്ന് പറഞ്ഞതിൻ്റെ പേരിൽ ഒരു അനീതിയെയാണ് അവർ അനുസരണക്കേടിലൂടെ എതിർത്തത്. വേറെ മുഹമ്മദ് ചെയ്ത നല്ല കാര്യങ്ങളല്ല എതിർത്തത്. അനാവശ്യമായ ഒരു അക്രമത്തിനും യുദ്ധത്തിനും പോകുന്നതും വെറുതെ ഈ സ്വന്തം അനുയായികളെ കൊലക്ക് കൊടുക്കുന്നതും ശരിയല്ല എന്ന് തോന്നിയതുകൊണ്ടാണ് അവർ ആ യുദ്ധത്തിൽ നിന്ന് പിന്മാറിയത്. അതിനാണ് അവരുടെ നേരെ ഈ മാതിരി ഭീഷണികൾ മുഴക്കുന്നത്, അവർക്കെതിരെ യുദ്ധപ്രഖ്യാപനം നടത്തുന്നത്, അവർക്കെതിരെ ബഹിഷ്കരണം പ്രഖ്യാപിക്കുന്നത്. ഈ പ്രഖ്യാപനം വന്നതോടുകൂടി മദീനക്കാരോട് പരുഷമായി പെരുമാറാൻ തുടങ്ങി മുഹമ്മദിൻ്റെ കൂടെ ഉണ്ടായിരുന്ന ആളുകൾ. അവരെ കണ്ടാമിണ്ടാതായി, അവരെ സമ്പൂർണ്ണമായി ബഹിഷ്കരിച്ചു. അതിൻ്റെ പേരിൽ അവരെ മാനസികമായി പീഡിപ്പിച്ചു. എല്ലാ തരത്തിലും അവരെ പീഡിപ്പിച്ചു തുടങ്ങിയെന്ന് ചരിത്രത്തിൽ എഴുതി വച്ചിട്ടുണ്ട്. ഇനി 74-ാമത്തെ വാക്യം, അവർ അത് പറഞ്ഞിട്ടില്ല എന്ന് അള്ളാഹുവിനെ മുൻനിർത്തി സത്യം ചെയ്യുന്നു. സത്യനിഷേധത്തിൻ്റെ വാക്കുകൾ അവർ പറയുകയും ഇസ്ലാം സ്വീകരിച്ച ശേഷം നിഷേധികളാവുകയും അപ്രാപ്യമായത് ചെയ്യാൻ ഉദ്ദേശിക്കുകയും ചെയ്തു. അള്ളാഹുവും അവൻ്റെ ദൂതനും അള്ളാഹുവിൻ്റെ ഔദാര്യം കൊണ്ട് അവരെ ധന്യരാക്കി എന്നത് മാത്രമാണ് അവരുടെ വിരോധത്തിന് കാരണം. അവർ പശ്ചാത്തപിക്കുകയാണെങ്കിൽ അതാണ് അവർക്ക് നല്ലത്. അവർ പിന്തിരികയാണെങ്കിലോ ഇഹത്തിലും പരത്തിലും വേദനയേറിയ ശിക്ഷ അവർക്ക് നൽകും. ഭൂമിയിൽ അവർക്കൊരു രക്ഷാധികാരിയും സഹായിയും ഉണ്ടാവുകയില്ല. എന്താണ് ഇതിൻ്റെ പശ്ചാത്തലം? അവരത് പറഞ്ഞിട്ടില്ല എന്ന് അവർ സത്യം ചെയ്യുന്നു, എന്നാൽ അവരങ്ങനെ പറഞ്ഞിട്ടുണ്ട് എന്നും പറഞ്ഞുകൊണ്ട് അവർക്ക് അള്ളാഹുവിൻ്റെ ഔദാര്യം കൊണ്ട് അവർ സമ്പന്നരായി എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ കുറ്റം പറയുന്നത്. എത്ര തരം താഴ്ന്ന നിലപാടുകളാണ് മുഹമ്മദിൻ്റെ അള്ളാഹു സ്വീകരിക്കുന്നത് എന്ന് നോക്കൂ. എന്താണ് ഇതിൻ്റെ പശ്ചാത്തലം? ഇതിൻ്റെ പശ്ചാത്തലമായി അവർ പറഞ്ഞിട്ടില്ല എന്ന് അവർ സത്യം ചെയ്തു എന്ന് പറയുന്നതിൻ്റെ പശ്ചാത്തലമായി ഒരുപാട് സംഭവങ്ങൾ ഇതിൻ്റെ വ്യാഖ്യാനങ്ങളിൽ എഴുതി വച്ചിട്ടുണ്ട്. ഞാൻ ആദ്യം വാഹിദി ഇതിൻ്റെ സന്ദർഭമായി എഴുതി വെച്ചതിൻ്റെ ഒരു മലയാള പരിഭാഷ വായിച്ചു കേൾപ്പിക്കാം. അവർ അള്ളാഹുവിൻ്റെ നാമത്തിൽ സത്യം ചെയ്ത് പറയുന്നു, തങ്ങളൊന്നും പറഞ്ഞിട്ടില്ല എന്ന്. അതായത് 9:74. ദഹാക്ക് പറയുന്നു, കപടവിശ്വാസികൾ അള്ളാഹുവിൻ്റെ റസൂലിനോടൊപ്പം തബൂക്കിലേക്ക് പുറപ്പെട്ടു. എന്നാൽ അവർ പരസ്പരം തനിച്ചാകുമ്പോഴെല്ലാം അള്ളാഹുവിൻ്റെ റസൂലിനെയും അദ്ദേഹത്തിൻ്റെ അനുചരന്മാരെയും അവർ അധിക്ഷേപിക്കുകയും ഇസ്ലാം മതത്തെ തരം താഴ്ത്തി സംസാരിക്കുകയും ചെയ്തിരുന്നു. തുടർന്ന് അവർ പറഞ്ഞ കാര്യങ്ങൾ ഹുദൈഫ അള്ളാഹുവിൻ്റെ റസൂലിനെ അറിയിച്ചു. അപ്പോൾ അള്ളാഹുവിൻ്റെ റസൂൽ അവരോട് ചോദിച്ചു, ഓ കപടവിശ്വാസികളെ, നിങ്ങളിൽ നിന്ന് ഞാൻ കേൾക്കുന്ന ഈ കാര്യങ്ങൾ എന്താണ്? തങ്ങൾ തെറ്റായതൊന്നും പറഞ്ഞിട്ടില്ല എന്ന് അവർ അദ്ദേഹത്തോട് അള്ളാഹുവിൻ്റെ നാമത്തിൽ സത്യം ചെയ്തു പറഞ്ഞു. തന്മൂലം അവരുടെ കള്ളത്തരം പുറത്തു കൊണ്ടുവരാൻ അള്ളാഹു ഈ വചനം അവതരിപ്പിച്ചു. അപ്പോൾ ഈ തബൂക്ക് യുദ്ധത്തിൽ നിന്ന് പിന്തിരിയാൻ തീരുമാനിച്ച മദീനക്കാർ മുഹമ്മദിനെതിരായിട്ട് സ്വാഭാവികമായും ആ സമയത്ത് പലതും പറഞ്ഞിട്ടുണ്ടാവും. അവരെന്തൊക്കെയാണ് പറയുന്നത് എന്ന് ചോർത്തിക്കൊണ്ടുവരാൻ അബൂ ഹുദൈഫയെ പോലെയുള്ള ആളുകളെ മുഹമ്മദ് ഏർപ്പാടാക്കിയിരുന്നു. അപ്പോൾ അവർ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇവിടെ കൊണ്ടുവന്ന് ഏഷണി ചോർത്തിക്കൊടുത്തു. അത് കേട്ടപ്പോൾ മുഹമ്മദ് അവരെ വിളിപ്പിച്ചിട്ട് അവരോട് നിങ്ങൾ ഇങ്ങനെയൊക്കെ പറഞ്ഞോ എന്ന് ചോദിച്ചു. അപ്പോഴാണ് അവർ ഞങ്ങൾ പറഞ്ഞിട്ടില്ല എന്ന് സത്യം ചെയ്തത്. അപ്പോൾ എന്തൊക്കെയാണ് പറഞ്ഞത് എന്നുള്ള കാര്യങ്ങൾ ഇനി ഓരോ വ്യാഖ്യാനങ്ങളിലായിട്ട് വരുന്നുണ്ട്. അതിലേക്ക് പോവാം. ഖത്താദ പറഞ്ഞു, ഞങ്ങൾക്ക് ലഭിച്ച വിവരം അനുസരിച്ച് ജുഹൈന ഗോത്രത്തിലെ ഒരു മനുഷ്യൻ ഗിഫാർ ഗോത്രത്തിലെ മറ്റൊരു മനുഷ്യനുമായി വഴക്കിടുകയും ഗിഫാർ ഗോത്രക്കാരൻ മേൽക്കൈ നേടുകയും ചെയ്തു. ഇത് കണ്ടപ്പോൾ അബ്ദുല്ലാഹിബ്നു ഉബയ്യ് വിളിച്ചു പറഞ്ഞു, ഓ ബനു ഔസ്, നിങ്ങളുടെ സഹോദരനെ സഹായിക്കൂ. അള്ളാഹുവാണേ, നമ്മളും മുഹമ്മദും തമ്മിലുള്ള അവസ്ഥ ആ പഴഞ്ചൊല്ലു പോലെയാണ്.
നിന്റെ നായയെ വളർത്തി തടിപ്പിക്കുക, അത് നിന്നെ തന്നെ തിന്നുക. അള്ളാഹുവാണേ, നമ്മൾ മദീനയിൽ തിരിച്ചെത്തിയാൽ നമ്മളിലെ പ്രതാപശാലികൾ നിന്ദ്യരായവരെ അവിടെ നിന്ന് പുറത്താക്കുക തന്നെ ചെയ്യും. ഒരു മുസ്ലിം ഇത് കേൾക്കുകയും അള്ളാഹുവിൻ്റെ റസൂലിനെ വിവരമറിയിക്കുകയും ചെയ്തു. അദ്ദേഹം അബ്ദുല്ലാ ഇബ്നു ഉബൈനെ വിളിച്ചപ്പോൾ താൻ അങ്ങനെ പറഞ്ഞിട്ടില്ലെന്ന് അവൻ അള്ളാഹുവിൻ്റെ നാമത്തിൽ സത്യം ചെയ്തു. അവൻ്റെ കള്ളം വെളിപ്പെടുത്താനായി ഉന്നതനായ അള്ളാഹു ഈ വചനം അവതരിപ്പിച്ചു. അപ്പോൾ ഉബയ്യാണ് ഇവിടെ പ്രതിയോഗി. അബ്ദുല്ലാ ഇബ്നു ഉബൈ പറഞ്ഞു, മുഹമ്മദിൻ്റെയും കൂട്ടരുടെയും കാര്യം ഒരു പഴഞ്ചൊല്ല് പോലെയാണ്. ഒരാൾ ഒരു പട്ടീനെ വളർത്തി നല്ലോണം തീറ്റ കൊടുത്ത് തടിപ്പിച്ച് അവസാനം ആ പട്ടി വളർത്തിയവനെ തന്നെ തിന്നു. ഇതവസ്ഥയാണ് ഇപ്പോൾ നമുക്ക് ഇവനെ കൊണ്ട് വന്നത്. വളരെ സത്യമായിട്ടുള്ള കാര്യമാണ് ആ ഉപമയിലൂടെ അബ്ദുല്ലാ ഇബ്നു ഉബൈ പറഞ്ഞത്. കാരണം മദീനക്കാരാണ് മുഹമ്മദിനെ തീറ്റിപ്പോറ്റി വളർത്തിയത്. പക്ഷേ അതൊരു കടിക്കുന്ന പേപ്പട്ടിയായിരുന്നു എന്ന് മദീനക്കാർ ഇപ്പോൾ തിരിച്ചറിഞ്ഞു. അത് നല്ല ഒരു ഉപമയിലൂടെ അബ്ദുല്ലാ ഇബ്നു ഉബൈ പറഞ്ഞു. പറഞ്ഞത് ഒരുത്തൻ മുഹമ്മദിന് ചോർത്തിക്കൊടുത്തു. അപ്പോൾ മുഹമ്മദ് ഉബൈനെ വിളിച്ചിട്ട് ഇത് ചോദിച്ചു. അപ്പോൾ ഉബൈ ഞാനങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല എന്ന് സത്യം ചെയ്തു. അപ്പോഴാണ് ഈ ആയത്തിറങ്ങിയത് എന്നാണ് പറയുന്നത്. ഈ ആയത്തിറങ്ങാൻ കാരണമായി പല കാര്യങ്ങളും പറയുന്നുണ്ട് എന്നും പറഞ്ഞിട്ട് 2-3 അക്കമിട്ട് കൊടുത്തിരിക്കുന്നു അമാനി മൗലവി. ഒന്ന്, ഒരു അൻസാരിയും ജുഹൈന ഗോത്രക്കാരനായ ഒരാളും തമ്മിൽ നടന്ന ഒരു സണ്ടയിൽ ഇടപെട്ടുകൊണ്ട് അബ്ദുല്ലാ ഇബ്നു ഉബൈ പറഞ്ഞു, നമ്മുടെയും മുഹമ്മദിൻ്റെയും ഉപമ നിൻ്റെ നായയെ നീ കൊഴുപ്പിച്ച് കൊള്ളുക, അത് നിന്നെ തിന്നുകളയും എന്ന് ഒരാൾ പറഞ്ഞതുപോലെയാകുന്നു. 2, വേറൊരിക്കൽ അവൻ പറഞ്ഞു, നാം മദീനയിൽ തിരിച്ചെത്തിയാൽ മാന്യന്മാർ നിന്ദ്യന്മാരെ പുറത്താക്കുന്നതാണ്. അപ്പോൾ മദീനയിൽ നമ്മൾ തിരിച്ചെത്തിയാൽ ഇനി മുഹമ്മദിൻ്റെയും കൂട്ടരെയും നമുക്ക് ഇവിടുന്ന് പുറത്താക്കണം എന്ന് ഈ അബ്ദുല്ലാ ഇബ്നു ഉബൈ ഈ സമയത്ത് പറഞ്ഞു എന്നാണ് മറ്റൊരു കാരണം പറയുന്നത്. 3, ജൊല്ലാസ് എന്നു പേരായ ഒരാൾ പറഞ്ഞു, മുഹമ്മദ് ഈ പറയുന്നതൊക്കെ സത്യമാണെങ്കിൽ നമ്മൾ കഴുതകളെക്കാൾ മോശപ്പെട്ടവരായിരിക്കണമല്ലോ. ഈ വാക്കുകളെക്കുറിച്ച് അതതിൻ്റെ വക്താക്കളെ വിളിച്ച് നബി ചോദിച്ചപ്പോൾ തങ്ങൾ അങ്ങനെ പറഞ്ഞിട്ടില്ല എന്നായിരുന്നു അവരുടെ മറുപടി. എന്നാൽ ജുല്ലാസ് പിന്നീട് ഖേദിച്ചു മടങ്ങിയെന്നും അത് സംബന്ധിച്ച റിവായത്തിൽ കാണാം. ഇതുകൂടാതെ തബൂക്ക് യുദ്ധത്തിന് പോകുമ്പോൾ അലിയെ മദീനയുടെ ഖലീഫയാക്കിയതിലുള്ള അമർഷവും ചില ആളുകൾ പ്രകടിപ്പിച്ചിട്ടുണ്ട് എന്നും പറയുന്നുണ്ട്. അലിയെ ഖലീഫയാക്കിയത് അലി സ്വന്തക്കാരനായതുകൊണ്ടാണെന്നും അലിക്ക് യുദ്ധത്തിൽ കേടൊന്നും പറ്റാതിരിക്കാൻ വേണ്ടി മുഹമ്മദ് കാണിച്ച സ്വാർത്ഥതയാണത് എന്നും ഒക്കെ പറഞ്ഞുകൊണ്ട് അലിയെ മദീനയിൽ തന്നെ നിർത്തിയതിനും വിമർശനം ഉണ്ടായിട്ടുണ്ട്. അതേക്കുറിച്ചാണ് ഈ ആയത്തിറങ്ങിയത് എന്നും ചില മുഫസ്സിറുകൾ പറയുന്നുണ്ട്. ഇനി നമുക്ക് മൗദൂദി ഇതിനെക്കുറിച്ച് വിശദമായി കൊടുത്തിട്ടുണ്ട്, അതുകൂടെ വായിക്കാം. കപടവിശ്വാസികളോട് വിട്ടുവീഴ്ചാപരമായ നിലപാടാണ് ഇതേവരെ കൈക്കൊണ്ടുപോകുന്നത്. അതിന് 2 കാരണമുണ്ടായിരുന്നു. ഒന്നാമത്, പുറത്തുള്ള ശത്രുക്കളുമായി സംഘട്ടനം നടന്നുകൊണ്ടിരിക്കെ ആഭ്യന്തര ശത്രുക്കളുമായി സമരത്തിലേർപ്പെടാൻ മാത്രം ഭദ്രമായിരുന്നില്ല മുസ്ലിങ്ങളുടെ ശക്തി. മൗദൂദി ഇതിൻ്റെ പൊളിറ്റിക്സ് വളരെ കൃത്യമായിട്ട് പറഞ്ഞു തരുന്നുണ്ട്. ശത്രുക്കളുമായി സംഘട്ടനം നടന്നുകൊണ്ടിരിക്കെ ആഭ്യന്തര ശത്രുക്കളുമായി സമരത്തിലേർപ്പെടാൻ മാത്രം ഭദ്രമായിരുന്നില്ല മുസ്ലിങ്ങളുടെ ശക്തി. അതുകൊണ്ടാണ് ഇതുവരെ ഈ മുനാഫിക്കുകൾക്കെതിരെ കാര്യമായ നടപടിയൊന്നും എടുക്കാതിരുന്നത് എന്ന്. എന്നാൽ ഇപ്പോൾ മുഹമ്മദിന് എല്ലാ ശത്രുക്കളും കീഴടങ്ങിയതുകൊണ്ട് ശക്തി സംഭരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇവരെ നേരിടാൻ സമയമായി എന്നാണ് മൗദൂദി പറഞ്ഞുകൊണ്ടിരുന്നത്. സംശയത്തിലും ചാഞ്ചല്യത്തിലും പെട്ടിരുന്ന കപടവിശ്വാസികൾക്ക് വിശ്വാസദാർഢ്യം നേടുന്നതിനാവശ്യമായ അവസരം നൽകേണ്ടതുണ്ടായിരുന്നു. ഈ 2 കാരണങ്ങളും ഇനി അവശേഷിക്കുന്നില്ല. അറേബ്യ മുഴുവൻ ഇസ്ലാമിക ശക്തിക്ക് അധീനമായി എന്ന് മാത്രമല്ല, അറേബ്യയ്ക്ക് പുറത്തുള്ള വൻശക്തികളുമായി സംഘട്ടനം ആരംഭിച്ചു കഴിഞ്ഞിരിക്കുകയുമാണ്. അതിനാൽ വിദേശ ശക്തികളുമായി ഗൂഢാലോചന നടത്തി വല്ല ആഭ്യന്തര വിപത്തും സൃഷ്ടിക്കാതിരിക്കേണ്ടതിന് ഈ അടുക്കളപ്പാമ്പുകളെ വിഭാടനം ചെയ്യേണ്ടതുണ്ട്. അതിപ്പോൾ സാധ്യവുമാണ്. ചിന്തിച്ച് ഗ്രഹിക്കാനും സത്യദീനിനെ മാറ്റുരച്ചു നോക്കാനും നീണ്ട 9 വർഷത്തെ കാലയളവ് കപടവിശ്വാസികൾക്ക് നൽകപ്പെട്ടു. നന്മയാണ് യഥാർത്ഥത്തിൽ അവരുടെ ഉദ്ദേശമെങ്കിൽ ഈ അവസരം ധാരാളം മതിയായിരുന്നു. പക്ഷേ അവരത് ഉപയോഗപ്പെടുത്തുകയുണ്ടായില്ല. ഇനി അവരോട് കൂടുതൽ പരിഗണന കാണിക്കേണ്ട ആവശ്യവുമില്ല. അതിനാൽ അവിശ്വാസികളോടെന്ന പോലെ കപടവിശ്വാസികളോടും സമരം ആരംഭിക്കണമെന്നും ഇതേവരെ തുടർന്നു വന്ന സൗമനസ്യം നയം അവസാനിപ്പിച്ച് കർക്കശ നയം കൈക്കൊള്ളണമെന്നും അള്ളാഹു അനുശാസിച്ചു. കപടവിശ്വാസികളോട് സമരവും കർക്കശ നയവും വേണമെന്ന് പറഞ്ഞതിൻ്റെ ഉദ്ദേശ്യം അവരുമായി യുദ്ധത്തിന് ഒരുമ്പെടണം എന്നല്ല, അവരുടെ കപടവിശ്വാസപരമായ നിലപാടിന് നേരെ ഇതേവരെ കൈക്കൊണ്ടുപോകുന്ന വിട്ടുവീഴ്ച തുടരാൻ പറ്റില്ലെന്ന് മാത്രമാണ്.
അവർ മുസ്ലിങ്ങളുമായി ഇഴുകിക്കലരുകയും സാധാരണ മുസ്ലിങ്ങൾ അവരെ സമുദായത്തിൻ്റെ ഭാഗമായി കണക്കാക്കുകയും ചെയ്തിരുന്നു. അങ്ങനെ സംഘടനാപരമായ പ്രശ്നങ്ങളിൽ കൈകടത്താനും സമൂഹമധ്യേ കാപഢ്യവിഷം പരത്താനും അവർക്ക് അവസരം ലഭിച്ചു പോന്നു. ഈ അവസ്ഥ എന്നേക്കുമായി അവസാനിപ്പിക്കണം. കാപഢ്യം വെച്ച് പുലർത്തി മുസ്ലിങ്ങളുടെ കൂടെ ഇടപഴകുന്നവരും ദൈവത്തിൻ്റെയും ദൈവദൂതൻ്റെയും സത്യവിശ്വാസികളുടെയും ആത്മബന്ധുക്കളെന്ന് കർമ്മരീതിയിലൂടെ തെളിയിക്കാത്തവരുമായ ആളുകളെ ഇനിമേൽ തുറന്നു കാട്ടുകയും പരസ്യമായി അപലപിക്കുകയും വേണം. സമൂഹത്തിൽ അവർക്ക് അന്തസ്സും നിലവാരവുമുള്ള ഒരു പദവിയും കൽപ്പിച്ചു കൊടുക്കരുത്. അവരുമായുള്ള ബന്ധം മുറിച്ചു കളയണം. സംഘടനാപരമായ ചർച്ചകളിൽ നിന്ന് അവരെ ഒഴിച്ചു നിർത്തണം. അവരുടെ സാക്ഷ്യം പരിഗണിക്കരുത്. സ്ഥാനമാനങ്ങളുടെയും ഉദ്യോഗങ്ങളുടെയും കവാടം അവർക്ക് നേരെ കൊട്ടിയടക്കപ്പെടണം. സദസ്സുകളിൽ ആരും അവരോട് കുശലം പറയരുത്. മുസ്ലിങ്ങൾ ഒന്നടങ്കം ഈ തരത്തിൽ പെരുമാറുക വഴി സമുദായത്തിൽ എവിടെയും തങ്ങൾക്കൊരു സ്ഥാനമില്ലെന്നും മുസ്ലിങ്ങൾ തങ്ങളെ മാനിക്കുന്നില്ലെന്നും കപടവിശ്വാസികൾക്ക് ബോധ്യപ്പെടണം. അവരിൽ ഒരാൾ വല്ല വ്യക്തമായ ധിക്കാരവും കാണിക്കുന്ന പക്ഷം ആ കുറ്റം മറച്ചുവെക്കുകയോ മാപ്പാക്കുകയോ അരുത്. മറിച്ച് പരസ്യ വിചാരണ നടത്തുകയും മാതൃകാപരമായി ശിക്ഷിക്കുകയും വേണം. ഈ ഘട്ടത്തിൽ മുസ്ലിങ്ങൾക്ക് നൽകേണ്ടിയിരുന്ന സുപ്രധാനമായൊരു നിർദ്ദേശമാണിത്. ഇസ്ലാമിക സമൂഹത്തെ തളർച്ചയിലേക്കും തകർച്ചയിലേക്കും നയിച്ചേക്കാവുന്ന ആഭ്യന്തര രോഗങ്ങളിൽ നിന്ന് അവരെ സംരക്ഷിക്കാൻ അത് അത്യാവശ്യമായിരുന്നു. തങ്ങളിൽ കപടന്മാരെയും രാജ്യദ്രോഹികളെയും വളർത്തിക്കൊണ്ടുവരികയും ആഭ്യന്തര ശത്രുക്കളെ അന്തസ്സോടെ അരികത്തിരുത്തി സംരക്ഷിക്കുകയും ചെയ്യുന്ന ഒരു സംഘടനയ്ക്കും ധാർമ്മിക അധപ്പതനത്തിൽ നിന്നും ഒടുവിൽ സമ്പൂർണ്ണ വിനാശത്തിൽ നിന്നും രക്ഷപ്പെടുക സാധ്യമല്ല. കാപഢ്യം പ്ലേഗിന് തുല്യമാണ്. അതിൻ്റെ അണുക്കളെ വഹിച്ചു നടക്കുന്ന എലികളാണ് കപടവിശ്വാസികൾ. സമൂഹത്തിൽ സ്വൈരവിഹാരം ചെയ്യാൻ അവരെ അനുവദിക്കരുത്. സമൂഹത്തെ മുഴുക്കെ നാശത്തിലേക്ക് തള്ളുന്നതിന് തുല്യമാണ്. ഒരു കപടവിശ്വാസിക്ക് സമൂഹത്തിൽ മാന്യസ്ഥാനം ലഭിക്കുക എന്നാൽ ആയിരക്കണക്കിന് ആളുകളെ ധിക്കാരത്തിലും കാപഢ്യത്തിലും ദൃഷ്ടരാക്കുക എന്നർത്ഥം. സമുദായത്തിൽ സ്ഥാനലബ്ധിക്ക് ആത്മാർത്ഥതയോ ഗുണകാംക്ഷയോ വിശ്വാസ നിഷ്കളങ്കതയോ ആവശ്യമില്ലെന്നും വഞ്ചകനും കൂറില്ലാത്തവനുമായ ഒരാൾക്ക് പോലും വളർന്നു വികസിക്കാമെന്നും ഉള്ള ധാരണയാണ് അത് വളർത്തുക. അതാണ് നബി അർത്ഥവത്തായ ഈ ലഘുവാക്യത്തിൽ വിവരിക്കുന്നത്. വല്ലവനും ഒരു ദുരാചാരിക്ക് മാന്യത കൽപ്പിച്ചാൽ അവൻ ഇസ്ലാമിനെ തകർക്കാൻ സഹായിച്ചവനായി. ഇവിടെ മൗദൂദി പറഞ്ഞു വരുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ രാഷ്ട്രീയം തന്നെയാണ്. ഇനി മദീനക്കാരെ മുഹമ്മദിന് ആവശ്യമില്ല. അതുകൊണ്ട് മദീനക്കാരെ ഏതെങ്കിലും വിധത്തിൽ അടിച്ചമർത്തി നിലനിർത്തണം. ഒന്നുകിൽ അവരെ കൊന്നുകളയണം, അല്ലെങ്കിൽ അവരെ സമ്പൂർണ്ണമായി ബഹിഷ്കരിക്കണം. എന്നിട്ട് മുഹമ്മദിൻ്റെ ഏകാധിപത്യത്തിന് വിധേയമായി ജീവിക്കുന്ന ആളുകളെ മാത്രം ഉപയോഗിച്ചുകൊണ്ട് ഒരു രാഷ്ട്രമുണ്ടാക്കണം. അതായിരുന്നു മുഹമ്മദിൻ്റെ രാഷ്ട്രീയ ലക്ഷ്യം. അതിന് മുഹമ്മദിൻ്റെ അനീതികളെ ചോദ്യം ചെയ്യുന്ന ഈ മദീനക്കാർ തടസ്സമായിരുന്നു. ഇവിടെ മൗദൂദിയൊക്കെ പറഞ്ഞു വരുന്നതിലുള്ള ഒരു വലിയ ചിന്താർഹമായിട്ടുള്ളൊരു വിഷയമുണ്ട്. മദീനക്കാർ ആദ്യഘട്ടത്തിൽ മുഹമ്മദിനെ വിശ്വസിക്കുകയും വളരെ കുറച്ച് പേര് മാത്രമായിരുന്നു ഈ കപടവിശ്വാസികൾ എന്നും പറഞ്ഞ് മാറ്റി നിർത്തപ്പെട്ടിരുന്നത്. മുഹമ്മദിൻ്റെ അള്ളാഹും കപടവിശ്വാസികൾ എന്ന് ആദ്യഘട്ടത്തിൽ വിളിച്ചിരുന്നത് അബ്ദുള്ള ഇബ്നു ഉബയ്യിനെ പോലെയുള്ള ഏതാനും വ്യക്തികളും അവരോടൊപ്പമുള്ള കുറച്ച് ആളുകളെയും മാത്രമായിരുന്നു. അവരെ അനുസരിക്കുന്ന കുറച്ച് ആളുകളെയും മാത്രമായിരുന്നു. പക്ഷേ ഈ സമയമായപ്പോഴേക്കും അബ്ദുള്ള ഇബ്നു ഉബയ്യും കുറച്ച് ആളുകളും മാത്രമല്ല, മദീനക്കാർ മൊത്തം മുഹമ്മദിനെതിരായി മാറിയിരുന്നു. അപ്പോൾ നിങ്ങൾ ആലോചിക്കുക, ഇസ്ലാം എന്ന മതവും മുഹമ്മദ് എന്ന പ്രവാചകനും മുഹമ്മദിൻ്റെ അള്ളാഹുവും ഒക്കെ എത്രത്തോളം വലിയ ഉഡായിപ്പായിരുന്നു എന്നതിൻ്റെ തെളിവല്ലേ ഇത്. അവർക്ക് മുഹമ്മദിൻ്റെ കൂടെ ഒരു 5-8 കൊല്ലം ജീവിച്ചാൽ മുഹമ്മദ് പ്രവാചകനാണെന്നും മുഹമ്മദിൻ്റെ വെളിപാടുകൾ സത്യമാണ് എന്നും മുഹമ്മദ് സത്യസന്ധനാണ് എന്നൊക്കെ ബോധ്യപ്പെടുകയല്ല ചെയ്യേണ്ടത്. മുഹമ്മദ് കള്ളനല്ല എങ്കിൽ അത് ബോധ്യപ്പെടുകയാണെങ്കിൽ അവിടെ ഉണ്ടായിരുന്ന കപടവിശ്വാസികൾ പോലും വിശ്വാസികളായി മാറുകയല്ല ഈ സമയം കൊണ്ട് വേണ്ടിയിരുന്നത്. പക്ഷേ സംഭവിച്ചത് നേരെ തിരിച്ചാണെങ്കിൽ എന്താണ് അതിന് നമ്മൾ മനസ്സിലാക്കേണ്ടത്? മുഹമ്മദിൻ്റെ അള്ളാഹുവും മുഹമ്മദിൻ്റെ വെളിപാടുമൊക്കെ വെറും ഉഡായിപ്പാണ് എന്ന് ഈ കാലം കൊണ്ട് മദീനക്കാർക്ക് മൊത്തം ബോധ്യപ്പെട്ടു എന്നല്ലേ ഇതിൻ്റെ അർത്ഥം? അതല്ല ഈ മദീനയിൽ ഈ കോലത്തിൽ മുഹമ്മദിനെ മുഹമ്മദാക്കി മാറ്റിയ അവരൊക്കെ ആദ്യം മുതലേ കപടവിശ്വാസികളും ആദ്യം മുതലേ അവർക്ക് വേറെ ദുരുദ്ദേശവുമാണ് ഉണ്ടായിരുന്നത് എന്നാണ് വാദിക്കുന്നതെങ്കിൽ എൻ്റെ ചോദ്യം ഇതാണ്: മുഹമ്മദ് പ്രവാചകനാണ് എന്ന് യഥാർത്ഥത്തിൽ വിശ്വസിച്ചിരുന്ന എത്ര പേര് ചരിത്രത്തിൽ അന്ന് മുഹമ്മദിൻ്റെ സമകാലികരായിട്ടുണ്ടായിരുന്നു? കണക്കൂട്ടാം നമുക്ക്. മക്കയിൽ 13 കൊല്ലം മുഹമ്മദ് ഉഡായിപ്പുമായി നടന്നിട്ട് മുഹമ്മദിന് ആകെ കിട്ടിയത് 2-3 ആ നാട്ടിലെ ഏറ്റവും വെറുക്കപ്പെട്ടിരുന്ന കള്ളുകുടിയന്മാരും ഗുണ്ടകളുമായിരുന്ന ആൾക്കാരും അവരുടെ ആശ്രിതരായ കുറച്ച് ആൾക്കാരും, അങ്ങനെ 100-ൽ താഴെ ആളുകളെയാണ് 13 കൊല്ലം മുഹമ്മദ് വലിയ വലിയ ആയത്തുകളും സൂറത്തുകളും പാടിക്കൊണ്ട് നടന്ന കാലത്ത് കിട്ടിയത്. എന്നിട്ട് അവിടെ ക്ലച്ച് പിടിക്കില്ല എന്ന് കണ്ടപ്പോഴാണ് മുഹമ്മദ് മദീനയിലേക്ക് ഉടമ്പടി ഉണ്ടാക്കിയിട്ട് വരുന്നത്.
മദീനയിലെ 2 ഗോത്രക്കാർ ഔസ് ഖസറജ് ഗോത്രക്കാരാണ് മുഹമ്മദുമായി ഉടമ്പടി ഉണ്ടാക്കിയിട്ട് മുഹമ്മദിന് അഭയം നൽകി മുഹമ്മദിനെ അങ്ങോട്ട് കൂട്ടിക്കൊണ്ടുപോകുന്നത്. അപ്പോൾ മുഹമ്മദിൻ്റെ കൂടെ ഈ മക്കയിൽ നിന്ന് വന്ന ഈ കുറച്ച് ആൾക്കാർ മാത്രമാണ് മുഹമ്മദിൻ്റെ ആൾക്കാരായിട്ടുള്ളത്. അവരിൽ തന്നെ എത്ര പേര് മുഹമ്മദ് പ്രവാചകനാണെന്ന് ആത്മാർത്ഥമായി വിശ്വസിച്ചിരുന്നു എന്ന് പിന്നീടുള്ള ചരിത്രം നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. ഉസ്മാൻ്റെയൊക്കെ കാര്യം നമ്മളിതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ട്. ഇവരാരും മുഹമ്മദ് പ്രവാചകനാണെന്നൊന്നും വിശ്വസിച്ചിരുന്നില്ല. അതൊക്കെ വേറെ ഭൗതികമായ നേട്ടങ്ങൾക്ക് വേണ്ടിയും രാഷ്ട്രീയമായ നേട്ടങ്ങൾക്ക് വേണ്ടിയിട്ടും ഒപ്പം കൂടിയവരാണ്. മദീനക്കാരും അങ്ങനെയാണ് എന്നാണ് ഇപ്പോൾ തെളിയിക്കപ്പെടുന്നത്. മദീനക്കാർക്കും മുഹമ്മദിൽ വലിയ വിശ്വാസമൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ആർക്കാണ് കൂട്ടരെ ഈ മതത്തിൽ മുഹമ്മദ് ജീവിച്ചിരുന്ന കാലത്ത് വിശ്വാസമുണ്ടായിരുന്നത്? ഈ മക്കയിൽ നിന്ന് വന്ന 100-ൽ താഴെയുള്ള ആൾക്കാരും മദീനയിലുള്ള 1-2 ആൾക്കാർ ഒഴിച്ച് ബാക്കിയുള്ളവർ മുഴുവൻ മുഹമ്മദ് കള്ളനാണെന്നും കപടനാണെന്നും മുഹമ്മദ് വിശ്വസിക്കാൻ കൊള്ളാത്തവനാണ് എന്നുമാണ് ഈ 13-23 കൊല്ലം കൊണ്ട് മനസ്സിലാക്കിയത് എങ്കിൽ ഈ മുഹമ്മദ് പ്രവാചകനാണെന്നും ഈ മുഹമ്മദിൻ്റെ വെളിപാടുകൾ ഒരു ദൈവത്തിൻ്റെ വെളിപാടുകളാണ് എന്നും പിന്നീടുള്ള ആളുകൾ വിശ്വസിക്കാനിടയായത് എന്തുകൊണ്ടാണ് എന്ന് നിങ്ങൾക്ക് സാമാന്യ ബുദ്ധി ഉപയോഗിച്ച് ചിന്തിച്ചാൽ മനസ്സിലാവും. മുഹമ്മദിൻ്റെ സമകാലികരായിരുന്ന ആളുകളിൽ മദീനയിലും മക്കയിലും ഉണ്ടായിരുന്ന ആളുകളിൽ 90% ആളുകളും മുഹമ്മദിനെ വിശ്വസിച്ചിരുന്നില്ല എന്നാണ് ഈ ചരിത്രം ഇപ്പോൾ നമ്മളോട് പറയുന്നത്. മൗദൂദിയൊക്കെ എഴുതി വെച്ച കണക്കനുസരിച്ച് മദീനക്കാരായിട്ടുള്ള ആളുകൾ മുഴുവൻ കപടവിശ്വാസികളായിരുന്നു. മക്കയിൽ നിന്ന് പോകുന്ന കുറച്ച് ആളുകൾ വെച്ച് ബാക്കിയുള്ളവരൊക്കെ കപടവിശ്വാസികളായിരുന്നു. ഇപ്പം മക്ക കീഴടക്കിയ സമയത്ത് എല്ലാവരും കൂടെ വന്ന് കീഴടങ്ങി ഈ അബൂ സുഫിയാൻ അടക്കം വിശ്വാസികളായി എന്ന് പറയുന്നു. ആ വിശ്വാസം എന്ത് തരം വിശ്വാസമാണ്? നിവൃത്തിയില്ലാതെ ആത്മരക്ഷയ്ക്ക് വേണ്ടി ജീവൻ നിലനിർത്താൻ വേണ്ടിയിട്ട് കീഴടങ്ങിയവർ വിശ്വാസികളായി നടിക്കുന്നവർ അവരെങ്ങനെയാണ് വിശ്വാസികളാവുക? പിന്നെ മുഹമ്മദ് യുദ്ധം ചെയ്ത് കീഴടക്കിയ മറ്റു ഗോത്രക്കാരാണ് ഇപ്പോൾ മുഹമ്മദിൻ്റെ കൂടെയുള്ള 10,000-കണക്കിന് അണികൾ. അവരൊക്കെ വിശ്വാസം കൊണ്ടുവന്നതാണോ ഇസ്ലാമിലേക്ക്? അതോ മുഹമ്മദ് പോയിട്ട് ആക്രമിച്ച് കീഴ്പ്പെടുത്തി കൂടെ കൂട്ടിയതാണോ? ഇങ്ങനെ ആക്രമിച്ച് കീഴ്പ്പെടുത്തി കൂടെ കൂട്ടിയവരൊക്കെ വിശ്വാസികളാണ് എന്നെങ്ങനെയാണ് സാമാന്യ ബുദ്ധി ഉപയോഗിച്ച് പറയാൻ കഴിയുക? ചുരുക്കി പറഞ്ഞാൽ മുഹമ്മദ് ജീവിച്ചിരുന്ന കാലത്തെ 23 കൊല്ലത്തെ മുഹമ്മദിൻ്റെ പ്രവാചകത്വ കാലഘട്ടത്തിൽ മുഹമ്മദിൻ്റെ കൂടെ ഉണ്ടായിരുന്ന സമകാലികരിൽ 90%-ലധികം ആളുകളും വിശ്വാസികളായിരുന്നില്ല. ആ വിശ്വാസികളായി കൂടെ കൂടിയവർ തന്നെ മുഹമ്മദിൻ്റെ രാപ്പനി മനസ്സിലാക്കിയതോടുകൂടി മുഹമ്മദിൻ്റെ ഉഡായിപ്പ് മനസ്സിലാക്കിയതോടുകൂടി അവസാന കാലമായപ്പോഴേക്കും അവിശ്വാസികളായി മാറി എന്നതാണ് ചരിത്രം. ഇനി ഈ തബൂക്ക് യുദ്ധത്തിന് ശേഷം വളരെ കുറച്ചു കാലമേ മുഹമ്മദ് ജീവിച്ചിരിക്കുന്നുള്ളൂ. ഇനി ഈ ഖുറാനിൽ പറയാൻ പോകുന്ന കാര്യങ്ങളും മുഹമ്മദിൻ്റെ പ്രവൃത്തിയും തമ്മിലുള്ള വൈരുദ്ധ്യമാണ് ഇനി നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. മുഹമ്മദിൻ്റെ മരണത്തോടുകൂടി ഈ മുസ്ലിം ഉമ്മത്ത് കൂട്ടത്തോടെ മറ്റൊരു പ്രവാചകൻ്റെ കൂടെ പോയി എന്നും ഈ മുസ്ലിം ഉമ്മത്ത് 2ആയി പിളർന്ന ഒരു വിഭാഗം അൻസാറുകൾ ഈ മദീനക്കാർ അവർ വേറൊരു സമുദായമായി മാറാൻ ശ്രമിച്ചു എന്നും അവരെ പിന്നീട് അബൂബക്കറും കൂട്ടരും സൈനിക ശക്തി ഉപയോഗിച്ചുകൊണ്ട് കീഴ്പ്പെടുത്തിയിട്ടാണ് പിന്നീട് ഒരു മുസ്ലിം ഭരണം സ്ഥാപിക്കപ്പെടുന്നത്. അതോടൊപ്പം തന്നെ ഈ മക്കക്കാരായ മുഹമ്മദിൻ്റെ സ്വന്തക്കാരായ ആ അണികൾക്കിടയിലും പിളർപ്പുണ്ടായി. അവരും 2 പക്ഷമായി പരസ്പരം ഏറ്റുമുട്ടി. ഇന്ന് മുഹമ്മദിൻ്റെ കൂടെയുള്ള ഈ മഹാന്മാരായ വിദ്വാൻമാർ മുഴുവൻ പരസ്പരം വെട്ടിച്ചാവുന്നതാണ് പിന്നീടുള്ള ചരിത്രം. എവിടെയാണ് വിശ്വാസം? ഈ സാധനമില്ല. ഈമാൻ എന്ന് പറയുന്ന സാധനമില്ല. ഇത് വെറും രാഷ്ട്രീയമായ ഒരു കപട നാടകം മാത്രമായിരുന്നു. ആ രാഷ്ട്രീയ കാപട്യത്തിൽ മുഹമ്മദ് പ്രയോഗിച്ച കുതന്ത്രങ്ങൾ കൊണ്ടും സൈനിക തന്ത്രങ്ങൾ കൊണ്ടും ആക്രമങ്ങൾ കൊണ്ടും മുഹമ്മദിന് ഒരു രാജ്യം വെട്ടിപ്പിടിക്കാൻ കഴിഞ്ഞു, മുഹമ്മദിന് ഒരു രാജാവാകാൻ കഴിഞ്ഞു എന്നത് രാഷ്ട്രീയമായ നേട്ടമാണ്, കുതന്ത്രങ്ങളിലൂടെ നേടിയ നേട്ടമാണ്. അതല്ലാതെ ഇവിടെ ഈ പറയുന്ന മതത്തിനും ദൈവത്തിനും വെളിപാടിനും യാതൊരു പ്രസക്തിയുമില്ല. ഈമാൻ എന്ന് പറയുന്ന സാധനം ഇവരുടെ ആരുടെയും തലയിലുണ്ടായിരുന്നില്ല. പക്ഷെ പിന്നീട് തലമുറകളായി മനുഷ്യർ ഈ വിശ്വാസം കുത്തിവെച്ചപ്പോൾ ചിന്തിക്കാത്ത മനുഷ്യർ അവരുടെ മലപ്പാലിൻ്റെ കൂടെ കിട്ടിയ പാരമ്പര്യമായ വിശ്വാസം എന്ന നിലക്ക് ഈ വിശ്വാസത്തെ പേറിക്കൊണ്ട് നടന്നു. അങ്ങനെയാണ് ഇന്നത്തെ വിശ്വാസികളൊക്കെ വിശ്വാസികളായി മാറിയത്. ഇനിയിപ്പോൾ ഇന്നത്തെ വിശ്വാസികളുടെ അവസ്ഥ എന്താണ്? മൗദൂദി പറയുന്നതനുസരിച്ച് കപടവിശ്വാസികളോട് നിലപാട് സ്വീകരിക്കുകയാണെങ്കിൽ ഇന്നത്തെ വിശ്വാസികളുടെ ഇടയിലും മഹാഭൂരിപക്ഷ ആളുകളും മുനാഫിക്കുകളാണ്. അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് പോകുന്നുണ്ട് മൗദൂദിയൊക്കെ. മുനാഫിക്ക് എന്ന് പറഞ്ഞാൽ തീരെ വിശ്വാസമില്ലാത്തവർ മാത്രമല്ല. മൗദൂദിയുടെയൊക്കെ വ്യാഖ്യാനം അനുസരിച്ച് അത്യാവശ്യം ദൈവമുണ്ട് എന്ന് വിശ്വസിക്കുകയും മുഹമ്മദ് പ്രവാചകനാണെന്ന് വിശ്വസിക്കുകയൊക്കെ ചെയ്താലും ബാക്കി കർമ്മങ്ങളും അനുഷ്ഠാനങ്ങളൊന്നും വേണ്ടത്ര ചെയ്യുന്നില്ലെങ്കിൽ അവരും മുനാഫിക്കുകളാണ്. അവരെയും
ബഹിഷ്കരിക്കണമെന്നും അവരോടും ഇതുപോലുള്ള സമീപനം സ്വീകരിക്കണമെന്നും വരെ ഈ തീവ്ര വിശ്വാസികൾ, മൗദൂദിയെ പോലുള്ള തീവ്ര മതപണ്ഡിതന്മാർ എഴുതി വച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വിശ്വാസി സമൂഹത്തിലും മഹാഭൂരിപക്ഷം ആളുകളും ഈ പറയുന്ന മുനാഫിക്കുകളാണ്, വിശ്വാസം നടിക്കുന്നവരാണ്, പൂർണ്ണമായി വിശ്വാസമുള്ളവരല്ല, ഭാഗികമായി മാത്രം വിശ്വാസമുള്ളവരാണ്. അപ്പോൾ എത്രത്തോളം ഉഡായിപ്പായിരുന്നു മുഹമ്മദ് എന്നും മുഹമ്മദിൻ്റെ ഈ മതമെന്നും മുഹമ്മദിൻ്റെ ഈ വെളിപാടുകളെന്നും ഈ ഖുർആൻ്റെ ചരിത്രത്തിലൂടെ നമ്മൾ സഞ്ചരിച്ചാൽ സാമാന്യ ബുദ്ധിയുള്ള ആർക്കും മനസ്സിലാവും. അടുത്ത വാക്യം നമുക്ക് അടുത്ത ക്ലാസ്സിൽ ചർച്ച ചെയ്യാം.